മരണത്തിന്റെ രുചി അറിയാതെ ആരും ഈ ദുന്യാവിൽ നിന്ന് വിട പറഞ്ഞു പോകുകയില്ല. പുണ്യനബി തങ്ങൾ പോലും പറഞ്ഞു പോയതാണല്ലോ, ഇസ്രായേലേ എന്തൊരു വേദനയാണ്, സഹിക്കാൻ പറ്റുന്നില്ലല്ലോ, സഹിക്കാൻ കഴിയുന്നില്ലല്ലോ. ഇതെന്തൊരു വേദനയാണ്. അസ്റാഹീലു അലൈഹിസ്സലാമിനോട് പുന്നാര നബി തങ്ങൾ പറഞ്ഞു പോയതാണല്ലോ. അതുകൊണ്ട് മരണത്തിന്റെ വേദന അറിയാത്ത ഒരാളും ഉണ്ടാകുകയില്ല. അസ്റാഹീലു അലൈഹിസ്സലാം വിളിക്കുന്നതാണ്. എഴുന്നേറ്റ് നോക്കുമ്പോ മഹാന്മാരാകുന്ന മാലാക്കന്മാരെ കാണുകയാണ്. അന്നത്തെ ദിവസം നമുക്ക് മലക്കുകളെ കാണാം, ശൈത്താന്മാരെ കാണാം, പിശാചിനെ കാണാം, നമ്മുടെ മരിച്ചുപോയവരെ കാണാം. ആ കഴിവല്ലാഹു നമ്മുടെ കണ്ണുകൾക്ക് നൽകുന്നതാണ്. എല്ലാരും കാണാൻ പറ്റുമെന്ന് അസ്റാഹീലിനെ കാണുമ്പോ ചോദിക്കുകയാണ്, മൻ അൻത, ആരാ നിങ്ങൾ പറഞ്ഞു തരണം, ആരാ എൻ്റെ റൂമിലേക്ക് കയറി വരാൻ? എൻ്റെ ഭാര്യ ഇവിടെ കിടക്കുന്നുണ്ടല്ലോ, എൻ്റെ മക്കളുണ്ടല്ലോ, എൻ്റെ പേരക്കിടാവൻ്റെ പുതപ്പിൻ്റെ അടിയിൽ ചുരുണ്ട് മൂടി കിടക്കുന്നുണ്ടല്ലോ. ആരാ നിങ്ങൾ? ആരാ നിങ്ങൾക്ക് വാതിൽ തുറന്നു തന്നത്? ആരും തുറന്നു തരേണ്ടതില്ല. അവരെവിടെയാണെങ്കിലും നമ്മൾ എവിടെയാണെങ്കിലും അവിടത്തിലോട്ട് അവർ കടന്നു വരുന്നതാണ്. ഐനമാ തകൂനൂ യുദ്രിക്കുമുൽ മൗത്ത് വലൗ കുന്തും ഫീ ബുറൂജിൻ മുശയ്യദ. കടക്കവിടെ. അപ്പയാണ് നമ്മൾ പേടിച്ച് അന്തം വിട്ടം താളിച്ചുകൊണ്ട് എഴുന്നേറ്റോടാൻ ശ്രമിക്കുന്നത്. അപ്പയാണ് വലത്തെ കൈയൊരു മലക്ക് പിടിച്ചു വെക്കുകയാണ്. അവിടെ കടക്കണം, ശല്യം ചെയ്യരുത്, അവിടെ കിടക്കണം. വലത് കൈ പിടിച്ചു വെക്കുകയാണ്, ഇടത്തെ കൈയും പിടിച്ചു വെക്കുകയാണ്, വലത്തെ കാലും പിടിച്ചു വെക്കുകയാണ്, ഇടത്തെ കാലും പിടിച്ചു വെക്കുകയാണ്. അപ്പം നെഞ്ചുകൊണ്ട് ഇങ്ങനെ ഉയർത്തുന്നതാണ്. മരണത്തിൽ നിന്നെങ്ങനെങ്കിലും ഒന്ന് ഓടി രക്ഷപ്പെടാൻ ആരും കരുതി പോകുന്നതാണ്. അപ്പോഴാണ് ഒരു മലക്ക് വന്ന് നെഞ്ചിന്റെ മുകളിൽ കയറിയിരിക്കുന്നത്. അപ്പോൾ പിന്നെ അനങ്ങാൻ കഴിയുന്നതല്ല, പിന്നെ അനങ്ങാൻ കഴിയൂല. എത്ര തന്നെ മസിൽമാനാണെങ്കിലും ഒന്ന് ഇളകാൻ പോലും കഴിയാതെ അവിടെ കിടക്കുകയാണ്. ആ സമയത്തിലാണ് നമ്മൾ കെഞ്ചുന്നത്, അല്ല അസ്റാഹീലേ, ഞാൻ വഅദ് കേട്ടിട്ടുണ്ട്, ഇശാഖ് നിസ്കരിച്ചിട്ടില്ല, ഞാൻ എൻ്റെ കച്ചവടത്തിൻ്റെ മുതലിന് സകാത്ത് കൊടുത്തിട്ടില്ല, ഞാൻ കഴിഞ്ഞ റമദാനിൽ നോമ്പ് ഖളാ വീട്ടാനുണ്ട്, ഞാൻ മുദ്ദം കൊടുത്തിട്ടില്ല, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, ഞാനൊരു നന്മ ചെയ്തുകൂടെ, എനിക്കതിന് അവസരം തരുമോ? അപ്പോഴാണ് അസ്റാഹീൽ അലൈഹിസ്സലാം പറയുന്നത്, വലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ. അവിടെ കിടക്കട, അവിടെ അവധി കഴിഞ്ഞിട്ടുണ്ട്, ഇനി പറയണ്ട, ഇനി ഒന്നും ഇവിടത്തിലേക്ക് സംസാരിക്കണ്ട. പുണ്യനബി തങ്ങൾ പറഞ്ഞല്ലോ, പ്രസവിച്ച് കിടക്കുന്ന ഉമ്മമാർ അസ്റാഹീലിനോട് ചോദിക്കുന്ന ചോദ്യം ഇതാണ്, അസ്റാഹീലേ, എൻ്റെ പൊന്നു പൈതലാ തൊട്ടിലയിൽ കിടക്കുന്നുണ്ട്, ഞാനൊന്ന് അമ്മിഞ്ഞ പാൽ അവർക്ക് കൊടുത്തോട്ടെ അസ്റാഹീലേ? അസ്റാഹീൽ പറയും വേണ്ട. അസ്റാഹീൽ നബി തങ്ങളോട് പറയുകയാണ്, എനിക്ക് ഏറ്റവും പ്രയാസം വന്ന ഒരേ ഒരു സന്ദർഭമെന്ന് പറയുന്നത്, ഒരു ഗർഭിണി കടലിൻ്റെ നടുവിൽ വെച്ചുകൊണ്ട് പ്രസവിച്ചിട്ടുണ്ട്. ആ ഗർഭിണി പ്രസവിച്ച കുഞ്ഞുവാവയെ മാറോട് ചേർത്തി പിടിച്ചുകൊണ്ട് അമ്മിഞ്ഞപ്പാല് കൊടുക്കാൻ പോകുമ്പോഴാണ് ആകാശലോകത്തിൽ നിന്ന് പടച്ചതമ്പുരാൻ എന്നോട് പറയുന്നത്, ആ ഉമ്മയുടെ റൂഹിനെ പിടിച്ചു കൊണ്ടുവരാൻ. മൗത്ത് ഹംന ഭലാദിയാ തോ ജൽദി സേ ജാൻ. ഇറങ്ങി വന്നു അസ്റാഹീൽ. റൂഹിനെ പിടിക്കാൻ പോകുമ്പോ ഉമ്മച്ചി പറഞ്ഞത് ഒരേ ഒരു വാക്ക് മാത്രമാണ്, എനിക്ക് കുറെ കാലം ജീവിക്കണമെന്നല്ല, എൻ്റെ ഈ ചോരവാവക്ക് ഞാനൊന്ന് അമ്മിഞ്ഞ പാല് കൊടുത്തോട്ടെ. അസ്റാഹീൽ അലൈഹിസ്സലാം പറയുന്നത്, പ്രസവിക്കാനേ അല്ലാഹുവിൻ്റെ അരികിൽ ഖളാ ഉള്ളൂ, ആ പ്രസവിച്ച കുഞ്ഞിന് മുലപ്പാൽ കൊടുക്കാൻ ഖളാ ഇല്ല, ഇറങ്ങിക്കോളണം. വലൻ യുഅഖിറല്ലാഹ്. കഴിഞ്ഞു മോളെ, കഴിഞ്ഞു, എല്ലാം അവസാനിക്കുകയാണ്. എന്നിട്ട് അസ്റാഹീൽ അലൈഹിസ്സലാം തലക്കാമ്പുറത്ത് നിൽക്കുകയാണ്. 100 ചില്ലാനും മാലാക്കന്മാർ 3 വിഭാഗമായി മാറുകയാണ്. 3 വിഭാഗമായി മാറുകയാണ്. എന്നിട്ട് ഒന്നാമത്തെ വിഭാഗത്തിനോട് അസ്റാഹീൽ അലൈഹിസ്സലാം പറയാണ്, റൂഹിനെ പിടിക്കാൻ തുടങ്ങിക്കോ. ഹംസാജി ഇങ്ങനെ മലർന്ന് കിടക്കുന്നുണ്ട്. ഹംസാജിയുടെ തള്ളവരിൽ നിന്ന് റൂഹങ്ങ് പിടിക്കാൻ തുടങ്ങുകയാണ്. മുട്ടിൻ കാലിൻ്റെ ഭാഗത്തെത്തുമ്പോൾ ഒന്നാമത്തെ വിഭാഗം മാലാക്കന്മാർ മാറി നിൽക്കുകയാണ്.
പിന്നെ രണ്ടാമത്തെ വിഭാഗം കടന്നു വരികയാണ്. അവരാണ് മുട്ടിൻകാലിൽ നിന്ന് പിടിക്കുന്നത്. എവിടം വരെ? പൊക്കുയുടെ ഭാഗം വരെ. അപ്പോയത്തിനേക്ക് കാലിൻ്റെ ഭാഗം ഇങ്ങനെ തണുത്തു തുടങ്ങുകയാണ്. ആലോചിച്ചു നോക്കിയാണ്, ഈ ജീവൻ നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്തിൽ വേദന കൊണ്ട് പൊളയുമത്രേ നാം. ആ വേദന കൊണ്ട് പൊളയുമ്പോ മനസ്സമാധാനത്തിന് വേണ്ടി കടന്നു വരുന്ന നാലാമത്തെ വിഭാഗം മലക്കുകളുണ്ട് സ്വഹാബ. അവര് 3 വീടുകളിലേക്ക് കയറുകയില്ല. ഏതൊക്കെയാണ് ആ 3 വീടുകളെന്നറിയോ? ഒന്ന് സൂറത്തുകളുള്ള വീടുകളാണ്. പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ ഫോട്ടോ വീടിൻ്റെ മുമ്പിൽ പതിച്ചിട്ടുണ്ടെങ്കിൽ ആ വീട്ടിലേക്ക് സമാധാനിപ്പിക്കാൻ ഈ മലക്കുകൾ കയറുകയില്ല. ഷംസുൽ ഉലമാ തങ്ങളുടെ ഫോട്ടോ ഉണ്ടല്ലോ, ഡൈനിങ് ഹാളിൽ ഫിറ്റ് ചെയ്ത ഉമ്മമാരെ, ഡൈനിങ് ഹാളിൽ ഫിറ്റ് ചെയ്ത ഉപ്പമാരെ, അവിടത്തിലേക്ക് ഈ മാലാക്കന്മാർ കയറി വരികയില്ല. സൂറത്തുകളുള്ള വീടാണ്. അവിടെ എന്തിനായി മലക്ക് വരുന്നതെന്നറിയോ? പൊക്കയുടെ ഭാഗത്തിൽ നിന്ന് മൂന്നാമത്തെ വിഭാഗം മലക്കുകൾ നമ്മുടെ ആത്മാവിനെ ചുരുട്ടി വലിച്ച് 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 തൊണ്ടക്കൊയ്യുടെ ഭാഗത്തിലെത്തുമ്പോൾ അവർ മാറി നിൽക്കുകയാണ്. പിന്നെ നമ്മുടെ കൈകൾ അങ്ങോട്ടും ഇങ്ങോട്ടും സലാം പറഞ്ഞ് വിര പറഞ്ഞു. എല്ലാ അവയവങ്ങളും മരിച്ചു. റൂഹി തൊണ്ടക്കൊയിൽ ഇങ്ങനെ എത്തി നിൽക്കുകയാണ്. അപ്പയാണ് അസ്രാഹീലു അലൈഹിസ്സലാം റൂഹിനെ പറിച്ചെടുക്കാൻ വേണ്ടി വരുന്നത്. ഇവിടെ നിന്ന് പറിച്ചെടുക്കുമ്പോഴാണ് എന്നുള്ള ശബ്ദം വരുന്നത്. അതാണ് അറബിയിൽ ഗർഗർ ശബ്ദമെന്ന് പറയുന്നത്. അതാണ് ഗർഗർ ശബ്ദം എന്നുള്ള ശബ്ദം. അത് അസ്രാഹീലു അലൈഹിസ്സലാം തൊണ്ടക്കൊയിൽ നിന്ന് റൂഹ് പിടിച്ചു വലിക്കുകയാണ്. ആ സമയത്തിൽ അടുത്തിരിക്കുന്നവർക്ക് സുന്നത്താണ് കുറച്ച് വെള്ളം ചുണ്ടിൻ്റെ മുകളിൽ തൊട്ടുകൊടുക്കൽ. ആ സമയത്തിൽ കടലിലെ വെള്ളം മുഴുവനും കുടിച്ചാൽ ദാഹം തീരാത്തത്ര ദാഹം നമുക്കുണ്ടാകുന്നതാണ്. ആ സമയം ആ ഗർഗർ ശബ്ദം വരുമ്പോ ചില ആളുകളുടെ നെറ്റിത്തടം ഇങ്ങനെ വിയർക്കാറുണ്ടല്ലോ. ഒരു മനുഷ്യൻ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു പോകുമ്പോ അവന്റെ നെറ്റിത്തടം ഇങ്ങനെ വിയർക്കുന്നുണ്ടെങ്കിൽ, അവന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർത്തുള്ളികൾ വരുന്നുണ്ടെങ്കിൽ, അവന്റെ മൂക്കിന്റെ ദ്വാരം വണ്ണം വെക്കുന്നുണ്ടെങ്കിൽ, അള്ളാഹുവിന്റെ റസൂൽ പറയുകയാണ് അവൻ സ്വർഗത്തിന്റെ അഖിലുകാരനാണ്. ഫഹുവ മിൻ അഖിലിൽ ജന്ന, അവൻ സ്വർഗത്തിന്റെ അഖിലുകാരനാണ്. ചില ആളുകൾ മരിക്കും അങ്ങനെ കാണാറില്ലേ? അങ്ങനെ മരിക്കാനുള്ള വഴിയാ, 2 വഴിയാണ് ഞാൻ ഇവിടെ പറയുന്നത്. ചില ആളുകൾ മരിക്കും അങ്ങനെ കാണാറില്ലയോ? എന്നോടൊരു ഉമ്മച്ചി വന്നിട്ട് കണ്ണിയത്ത് ഉസ്താദിന്റെ മഖാമിൽ ഞാൻ സിയാറത്തിന് പോയപ്പോ ഒരു ഉമ്മച്ചി വന്നിട്ട് കരഞ്ഞുകൊണ്ട് പറയുകയാണ്, ഉസ്താദേ എൻ്റെ പിതാവ് തഹജ്ജുദ് നിസ്കരിക്കുന്ന പിതാവാണ്, ദുആ നിസ്കരിക്കാറുണ്ടായിരുന്നു. എൻ്റെ പിതാവ് കുടുംബങ്ങളോട് പിണങ്ങാറില്ല. പക്ഷേ എൻ്റെ പിതാവ് ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു പോകുമ്പോൾ 2 കണ്ണിൽ നിന്ന് കണ്ണുനീർ തുള്ളികൾ വന്നുകൊണ്ടാണ് എൻ്റെ പിതാവ് മരിച്ചുപോയത്. ആ അമ്മച്ചി കരയാണ്. ഉസ്താദ് എൻ്റെ ഉപ്പച്ചിൻ്റെ അവസ്ഥ എന്താണെന്നറിയില്ല, അദാബ് കണ്ടിട്ടാണോ കരഞ്ഞതെന്നറിയില്ല. എൻ്റെ ഉപ്പമാരെ അങ്ങനെ ആരെങ്കിലും മരിക്കുമ്പോൾ 3 അടയാളങ്ങൾ കണ്ടാൽ, 1 നെറ്റിത്തടം വിയർക്കുക, 2 കണ്ണിൽ നിന്ന് കണ്ണുനീർ തുള്ളികൾ വരിക, 3 മൂക്കിൻ്റെ ദ്വാരം വണ്ണം വെക്കുക. ഇത് കണ്ടാൽ അയാൾ സ്വർഗത്തിൻ്റെ അഖിലുകാരനാണ്. അള്ളാഹു അങ്ങനെയുള്ള മരണം അള്ളാഹു നമുക്ക് നൽകട്ടെ. ഇന്നത്തെ രാവ് അതിൻ്റെ രാവ്, ദ്വാരക്കണ്ട രാവാണ്. അള്ളാഹുവേ അങ്ങനെയുള്ള മരണം നൽകണേ അല്ലാ. നേരെ മറിച്ച് തൊണ്ടക്കൊയിൽ നിന്ന് റൂഹിനെ പിടിക്കുമ്പോ അറുത്തിട്ട ഒട്ടകം കളിക്കുന്നത് പോലെ കളിക്കുന്നത് കണ്ടാൽ, അറുത്തിട്ട ഒട്ടകം കളിക്കുന്നത് പോലെ കളിക്കുന്നത് കണ്ടാൽ, അതുപോലെ മുഖത്തിൻ്റെ കളറുണ്ടല്ലോ അതിങ്ങനെ കറുത്ത് വരുന്നതും കണ്ടാൽ, പിന്നെ 3-മതായി നബി തങ്ങൾ പറയുന്നത് ഈ ഗർഗർ ശബ്ദം വരുമ്പോ തൊണ്ടക്കുയിൽ നിന്ന് അസ്രാഹീലു അലൈഹിസ്സലാം റൂഹിനെ പിടിച്ചങ്ങ് വലിക്കുമ്പോ ഈ വായിലൂടെ ഒരു തരം നൊര ഇങ്ങനെ പുറത്തോട്ട് വരുന്നതും കണ്ടാൽ ഫഹുവ മിൻ അഹ്ലിന്നാർ, സംശയിക്കേണ്ട സ്വഹാബ, അയാൾ നരകത്തിന്റെ അഖിലുകാരനാണെന്ന് പുണ്യ നബി മുഹമ്മദ് മുസ്തഫ സ്വലാത്തുല്ലാ സ്വലാത്തുല്ലാ. പക്ഷേ ആ മലക്കുകൾ 3 വീട്ടിലേക്ക് വരൂല്ല. ഏതൊക്കെയാണ് ആ 3 വീട്? 1 സൂറത്തുകളുള്ള വീട്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഫോട്ടോ. 2 അസ്വനാമുകളും. അസ്വനാം എന്ന് പറഞ്ഞാൽ 6 ഭാഗങ്ങളുള്ള
6 ഭാഗമുള്ള രൂപമാണ്. അതായത് മുകളിലും താഴെയും ഇടതും വലതും മുമ്പിലും ബാക്കിലും. ചില ഷോക്കേസിൽ കാണാം ആനയുടെ രൂപം, ചിലോടത്ത് തവളാച്ചിൻ്റെ കോലം, ചിലോടത്ത് പുലിയുടെ കോലം, ചിലോടത്ത് കാട്ടുപോത്തിൻ്റെ കോലം. ഇപ്പം കോലുണ്ടാക്കുന്നത് എന്താ ഉണ്ടാക്കേണ്ടതെന്ന് പോലും അറിയാത്തവരാണ്, എന്താ കോലുണ്ടാക്കേണ്ടതെന്ന് പോലും അറിയാത്തവരാണ്. അവസാനം ഷോക്കേസിൽ വെക്കാൻ കഴിയാഞ്ഞിട്ട് അടുക്കളയെ കൊണ്ടുപോയി തീറ്റിച്ചോരാൻ. ക്ലോസറ്റ് കിടക്കുന്നത് അടുക്കളയെ കൊണ്ടുപോയി തീറ്റിക്കാൻ ശ്രമിച്ചവരാണ്. നഊദുബില്ലാ, അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് ഖൈറ് നൽകണേ തമ്പുരാനെ, ഞങ്ങളുടെ സമുദായത്തിന് നല്ല ബുദ്ധി നൽകണേ അല്ലാ. ആലോചിച്ച് നോക്കിയാണ്, അല്ലാഹു നമുക്ക് രക്ഷ നൽകട്ടെ. ഉറക്കപ്പറ. ഇങ്ങനെയുള്ള വീട്ടിലേക്ക് റഹ്മത്തിന്റെ മലക്ക് വരൂല. മൂന്നാമതോ ജനാബത്തുള്ള ആളുകൾ, ഭാര്യ ഭർത്താക്കന്മാർ ശാരീരിക ബന്ധത്തിലേർപ്പെട്ടാൽ വേഗം പോയിട്ട് കുളിക്കണം. അവർ വേഗം കുളിക്കാൻ കഴിയില്ലെങ്കിലോ അവർ വേഗം പോയിട്ട് വുളൂ ചെയ്തിട്ടെങ്കിലും കിടക്കണേ. അങ്ങനെ തന്നെ കിടന്നുറങ്ങല്ലേ. അങ്ങനെ തന്നെ കിടന്നുറങ്ങിയാൽ ഹംസ ഹാജി നിങ്ങളുടെ അരികിലേക്ക് മലക്കുകൾ വരുമ്പോൾ നിങ്ങളെ സമാധാനിപ്പിക്കാൻ റഹ്മത്തിന്റെ മാലാക്കന്മാരാ വീട്ടിലേക്ക് കയറി വരൂല്ല. ബാക്കിയുള്ളവരൊക്കെ വരും, ബാക്കിയുള്ള മലക്കുകളൊക്കെ എവിടെയാണെങ്കിലും വരും. ഇവര് വരൂല്ല. ഇന്ന് തന്നെ പോയി ഷോക്കേസ് വൃത്തിയാക്കണം, നമ്മുടെ വീടിൻ്റെ ചുമരുകൾ വൃത്തിയാക്കണം, എല്ലാം ഒക്കെ എടുത്ത് ഒഴിവാക്കുക. എന്തിനതൊക്കെ? അല്ലാഹുവേ, നീ ഖൈർ നൽകണേ തമ്പുരാനെ. അതാണ് പുണ്യനബി തങ്ങൾ പറയുന്നത്, ആ മരണം നിങ്ങൾക്ക് വരാനുണ്ട് സ്വഹാബ, ആ മരണത്തെ നിങ്ങൾ ഓർക്കണേ. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ തമ്പുരാനെ. അക്സിറൂ ദിക്റ ഹാദിമിൽ ലദ്ദാത്ത്, രസങ്ങളെ മുറിച്ചു കളയുന്ന ആ മരണം നിങ്ങൾ ഏറ്റവും കൂടുതൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഓർക്കണേ. പക്ഷേ കൊതിക്കാൻ ചില ആൾക്കാർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഉസ്താദേ, ഉംറക്ക് ഞാൻ ഉംറക്ക് പോകുകയാണ് ഉസ്താദേ, എനിക്കൊരൊറ്റ ആഗ്രഹമുള്ള മദീനയിൽ മരിക്കണം ഉസ്താദേ. ഈ പോക്ക് ഞാൻ പോയാൽ പിന്നെ ഉംറ കഴിഞ്ഞ് നാട്ടിലേക്ക് വരരുത് ഉസ്താദേ, അവിടെ വെച്ചുകൊണ്ട് മരിക്കണം, അതിന് ദുആ ചെയ്യണം. അങ്ങനെ പറയരുതെന്നാണ് പുണ്യനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹജ്ജിനൊക്കെ പോകുമ്പോൾ യാത്ര പറയുമ്പോൾ ചില ആൾക്കാർ അങ്ങനെ ഒരു ആലങ്കാരിക പ്രയോഗം ഉപയോഗിക്കാറുണ്ട്. അപ്പം നമ്മൾ അള്ളാഹു അങ്ങനെ കണക്കാക്കണം, അങ്ങനെ തന്നെ അവിടുന്ന് മരിപ്പിക്കട്ടെ എന്ന് പറഞ്ഞാൽ ബേജാറാവും. വലിയ വർത്താനം പറയും, ഇനി അവിടുന്ന് മരിക്കാങ്ങളൊന്ന് ദ്വാരക്കണം. അങ്ങനെ പറയരുതെന്നാണ് പുണ്യനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തുകൊണ്ടാണ്? നബി തങ്ങൾ പറയുകയാണ്, നിങ്ങളിൽ നിന്നുള്ള ആരും കൊതിക്കരുതേ അൽ മൗത, മരണത്തെ നിങ്ങൾ കൊതിക്കരുതേ. ഇമ്മാ മുഹ്സിനൻ ഫലഅല്ലഹു യസ്ദാദ ഖൈറാ. അല്ലാഹുവിൻ്റെ റസൂൽ പറയുകയാണ്, നിങ്ങൾ നല്ല മനുഷ്യന്മാരാണെങ്കിൽ നിങ്ങൾക്ക് 1 വർഷം കൂടെ ജീവിക്കലോടുകൂടെ നിങ്ങൾ ആ 1 വർഷത്തെ അമലുകൾ അധികരിപ്പിക്കാൻ നിങ്ങൾക്ക് കാരണമാകും. ഹജ്ജ് കഴിഞ്ഞ് വന്ന ഹംസ ഹാജി എത്ര കൊല്ലായി ഹജ്ജ് ചെയ്തിട്ട് അല്ലേ? 5 കൊല്ലായോ? കൂടുതലായിട്ടുണ്ട്. ഒരു 6-7 കൊല്ലായോ? അള്ളാഹുവെ, ആ കൊല്ലമത്രയും നിസ്കരിച്ചപ്പോ വെറും ഹംസാക്കല്ല നിസ്കരിച്ചത്. ആരാ നിസ്കരിച്ചത്? ഹജ്ജ് ചെയ്ത ഹംസ ഹാജിയാണ്. നിങ്ങളൊരു വർഷത്തെ നോമ്പനുഷ്ഠിച്ചാൽ വെറും ഹംസയല്ല നോമ്പനുഷ്ഠിച്ചത്, ഹജ്ജ് ചെയ്ത ഹാജിയായ ഹംസ ഹാജിയാണ്. അൽഹംദുലില്ലാ എന്ന് പറഞ്ഞോളി, പള്ള നിറച്ചും പറഞ്ഞോളി. അള്ളാഹുവേ, തൗഫീഖ് നൽകണേ പഠിച്ചവനെ. ഉറക്കുന്ന ഇന്നത്തെ രാവ് നല്ല രാവാണ്, ദുആരക്കണ്ട രാവാണ്. ദുആർന്നോ പടച്ചവനെ, ഖൈർ നൽകണേ അല്ലാഹുവേ. വ ഇമ്മാ മുസീഅൻ ഫലഅല്ലഹു അൻ യസ്തഅതിബ. നിങ്ങളൊരു തെറ്റുകാരാണെങ്കിൽ, നിങ്ങളുടെ തമ്മാടിയായ മനുഷ്യനാണെങ്കിൽ നിങ്ങൾ നന്നാവാൻ ചാൻസ് ഉണ്ട്. ഒരിക്കലും മരണത്തെ കൊതിക്കല്ലേ. ചില ഉമ്മമാരൊക്കെ ഭർത്താക്കന്മാർ ദേഷ്യം പിടിച്ചാ പറയുന്നൊരു വർത്താനാണത്, ഞാനൊന്ന് മരിച്ചു കിട്ടിയാൽ നന്നായിരുന്നു, ഞാൻ മരിച്ചാൽ നിങ്ങൾക്ക് സമാധാനാകുമല്ലോ. ഉമ്മമാരെ പറയരുത്. അള്ളാഹുവിൻ്റെ റസൂൽ പറയുകയാണ്, വേഗം മരിക്കണമെന്ന് പറയുന്നവരും വേഗം മരിക്കണമെന്ന് കൊതിക്കുന്നവരിലും അള്ളാഹു റഹ്മത്തിനെ എടുത്തു കളഞ്ഞിട്ടുണ്ട്.
അല്ലാഹുവേ കാത്തുരക്ഷിക്കണേ തമ്പുരാനെ. എൻ്റെ ഉമ്മമാരെ, ഭർത്താക്കന്മാരെന്തെങ്കിലും ശാഠ്യം പിടിക്കുമ്പോൾ, ദേഷ്യം പിടിക്കുമ്പോൾ അതിനെയല്ല കൊതിക്കേണ്ടത്. ചില ആളുകൾ ആത്മഹത്യ ചെയ്യുന്നവരുണ്ട്. നഊദു ബില്ലാ. അല്ലാഹുവേ ഞങ്ങൾക്കോ ഞങ്ങളെ കുടുംബത്തിനോ അങ്ങനത്തെ ഒരവസ്ഥ നൽകരുതേ അല്ലാഹുവേ. എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ വിഷം കടിക്കുന്ന സഹോദരന്മാർ, എന്തെങ്കിലും ഒരു പ്രയാസങ്ങൾ വരുമ്പോൾ ഫാനിന്റെ മുകളിൽ കെട്ടിത്തൂക്കിയിട്ട് ആത്മഹത്യ ചെയ്യുന്ന സഹോദരിമാർ, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അന്നബി ഹുറൈറ റളിയല്ലാഹു അൻഹു അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൻ തറദ്ദാ മിൻ ജബലിൻ ഫഖതല നഫ്സഹു ഫഹുവ ഫീ നാരി ജഹന്നം യതറദ്ദാ ഖാലിദൻ മുഖല്ലദാ. പുണ്യനബി തങ്ങൾ പറയാണ്, ആരെങ്കിലും പർവ്വതത്തിൻ്റെ മുകളിൽ നിന്ന് തായോട്ട് ചാടിയിട്ട് ആത്മഹത്യ ചെയ്താൽ, അങ്ങനെയായിരുന്നു പഴയകാല അറബികൾ ആത്മഹത്യ ചെയ്തിരുന്നത്. വലിയ പർവ്വതത്തിൻ്റെ മുകളിൽ അവർ കയറി നിൽക്കും, എന്നിട്ട് അവർ തായോട്ട് ചാടും. അതാണ് നബി തങ്ങളും പറഞ്ഞത്, മൻ തറദ്ദാ മിൻ ജബലിൻ ഫഖതല നഫ്സഹു. മലന്റെ മുകളിൽ നിന്ന് തായോട്ട് ചാടിയിട്ട് ആരെങ്കിലും ആത്മഹത്യ ചെയ്തു കഴിഞ്ഞാൽ, എൻ്റെ പ്രിയപ്പെട്ടവരെ, അവരെത്ര നിസ്കരിച്ചിട്ടും കാര്യമില്ല, അവരെത്ര തന്നെ നോമ്പ് നോറ്റിട്ടും കാര്യമില്ല, അവരെത്ര തന്നെ സകാത്ത് കൊടുത്തത് കൊണ്ടും കാര്യമില്ല, എത്ര കൊണ്ട് വിഷമങ്ങൾ അനുഭവിച്ചിട്ടും കാര്യമില്ല, അവർ നരകത്തിലാണ്. ഫഹുവ ഫീ നാരി ജഹന്നം യതറദ്ദാ ഖാലിദൻ മുഖല്ലദാ. അവൻ കത്തിജ്വലിക്കുന്ന നരകലോകമുണ്ടല്ലോ, തീനെയും മനുഷ്യനെയും കല്ലിനെയും കത്തിക്കപ്പെടുന്ന നരകലോകം, കിലോമീറ്ററുകളോളം മായമുള്ള നരകലോകം, തേളുകളും പാമ്പുകളും നിറഞ്ഞ നരകലോകം, വലിയ വലിയ അത്ഭുതങ്ങളും വലിയ വലിയ ശിക്ഷാമുറകളുമുള്ള നരകലോകം. ആ നരകലോകത്തിൽ അവൻ ഖാലിദൻ മുഖല്ലദാ. ആ നരകത്തിൽ ഇവൻ ഈ ദുന്യാവിൽ വെച്ചുകൊണ്ട് എങ്ങനെയാണോ ആത്മഹത്യ ചെയ്തത്, അതേപോലെ അവൻ ആത്മഹത്യകൾ ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. ഉറക്കെ പറ, മുഹമ്മദ് മുസ്തഫ. ആത്മഹത്യയെ ചിന്തിക്കല്ലേ, ആഗ്രഹിക്കല്ലേ, കൊതിക്കല്ലേ. മഹാനാകുന്ന ജാബിർ തങ്ങൾ ഒരു ദിവസം നബി തങ്ങളുടെ അരികിലേക്ക് വരികയാണ്. ജാബിർ തങ്ങൾ നബി തങ്ങളുടെ അരികിലേക്ക് വന്നു. ഒരു ജനാസ ഇങ്ങനെ കൊണ്ടുപോകുന്നുണ്ട്. ആ ജനാസയുടെ കൊണ്ടുപോകുമ്പോൾ പുന്നാര നബി തങ്ങൾ ആ ജനാസയെ പിന്തുടരാൻ വേണ്ടി പുറപ്പെടുകയാണ്. ഒരു ജനാസ, ആ ജനാസയെ പിന്തുടരാൻ പുണ്യനബി തങ്ങൾ പുറപ്പെടുകയാണ്. അപ്പോഴാണ് ജാബിർ റളിയല്ലാഹു അൻഹു വഴിക്ക് വരുന്നത്. ജാബിർ തങ്ങൾ പറയാൻ, നബിയെ, ആ ജനാസ ആരുടേതെന്നറിയോ? അത് ഇന്ന വ്യക്തിയുടേതാണ്. അയാൾ ആത്മഹത്യ ചെയ്തതാണ് നബിയെ. ഉടനെ തന്നെ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ വാക്കെന്തെന്നറിയോ? അനലാ ഉസല്ലി. അയാൾ ആത്മഹത്യ ചെയ്ത ആളാണോ എങ്കിൽ ഞാൻ അയാളുടെ മേൽ മയ്യത്ത് നിസ്കരിക്കാൻ പറ്റൂല. ഈ ഒരു ഹദീസിനെ ആധാരമാക്കിയിട്ടാണ് അഹ്മദ് ഇമാം ആത്മഹത്യ ചെയ്തവർക്ക് നിസ്കരിക്കാറില്ല. മഹാനായ കണ്ണിയത്ത് ഉസ്താദ് ഉണ്ടല്ലോ, ആത്മഹത്യ ചെയ്തവരുടെ മയ്യത്ത് നിസ്കരിക്കാറില്ല. ഞാൻ വയക്കാടാ ജോലി ചെയ്യുന്നത്. വായക്കാട്ടുകാര് പറയാറുണ്ട്, ഉസ്താദെ, ആത്മഹത്യ എന്നുള്ള വിവരം ജീവിതത്തിലൊരു കറാത്ത് പോലും ചെയ്യാത്ത മഹാനായ കണ്ണിയത്ത് ഉസ്താദിന്റെ മുമ്പിലോട്ട് വന്നിട്ട് പറഞ്ഞാൽ, മഹാനായ കണ്ണിയത്ത് ഉസ്താദ് ആത്മഹത്യ ചെയ്തവരുടെ മയ്യത്ത് നിസ്കരിക്കാറില്ല എന്ന് പറഞ്ഞ ശാഫിഈ മദ്ഹബിൽ മയ്യത്ത് നിസ്കരിക്കണം ആരെങ്കിലും ഒരാൾ. എല്ലാവരും ഫർളിൽ നിന്ന് വീടി. ഇതെന്തിനാണ് അവരൊക്കെ മാറി നിൽക്കുന്നത്? സജറിന് വേണ്ടിയാണ് എന്ന് പറഞ്ഞാൽ അതവർ മാറി നിൽക്കുമ്പോൾ ഇത് വലിയ പാപമാണെന്ന് മനസ്സിലാക്കും ജനങ്ങൾ. എന്നിട്ട് അതിൽ നിന്ന് വഴിമാറും. എൻ്റെ ഉമ്മമാരെ, എന്ത് പ്രശ്നങ്ങൾ വന്നാലും, എൻ്റെ ഉപ്പമാരെ, എന്ത് ബുദ്ധിമുട്ടുകൾ വന്നാലും എല്ലാം തരണം ചെയ്യാൻ കഴിയണം. ഒന്നും പ്രശ്നമല്ല എന്ന് ചിന്തിച്ചുകൊണ്ടെല്ലാം തട്ടി മാറ്റാൻ കഴിയണം. അല്ലാഹുവേ, തൗഫീഖ് നൽകണേ അല്ലാ. പിശാചാണതൊക്കെ, പിശാചിൻ്റെ അധികാരമാണ്, പിശാചിൻ്റെ ആധിപത്യമാണ്.
അല്ലാഹുവേ നീ കാത്തു രക്ഷിക്കണേ തമ്പുരാനെ. അങ്ങനെയുള്ള മരണത്തിൽ നിന്ന് സാധുക്കളായി ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ അല്ലാ. അപ്പം നല്ലൊരു മരണം നമുക്കുണ്ടാവണം. എന്തൊക്കെയാണ് വഴികൾ? എന്തൊക്കെയാണ് വഴികൾ? ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു പോകുമ്പോൾ നല്ല രാവിൽ, വെള്ളിയാഴ്ച രാവോ വെള്ളിയാഴ്ച പകലോ, ജുമാക്കൊക്കെ സുജൂദ് കിടന്ന് മരിക്കണോലൊക്കെ ഉണ്ടല്ലോ. ജുമാ സമയത്തിൽ സുജൂദിൽ കിടന്ന് മരിക്കുന്നവരുണ്ടല്ലോ. വെള്ളിയാഴ്ച രാവിൽ മരിക്കുന്ന ആളുകൾ എത്ര പേർ? ഞങ്ങളെ നാട്ടിലൊരു 50 കൊല്ലം ബാങ്ക് വിളിച്ചൊരു മൊല്ലാക്കയുണ്ടായിരുന്നു, മൊല്ലാക്ക അഹമ്മദ് മുസ്ലിയാർ. അവർ മരിച്ചെന്നാണെന്നറിയോ? കഴിഞ്ഞ നോമ്പ് 29-ാം രാവ് വെള്ളിയാഴ്ച രാവ് ഇശാ കഴിഞ്ഞിട്ട് 8:40 സമയമാണ്. ആ 8:40 അയാൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് സ്വലാത്തിന് നേതൃത്വം വഹിച്ചത് മഹാനായ ഈ അഹമ്മദ് മൊല്ലാക്കയാണ്. കണ്ണിയത്ത് സാർ ചോറ് തിന്നാൽ ചോറിൻ്റെ ഒരു പിടി ബാക്കി വെക്കും. എന്നിട്ട് പറഞ്ഞു, അഹമ്മദേ ഇത് തിന്നോ, അങ്ക് അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ എന്ന് പറയും. ഞാൻ അയാളെ കൂടെ ജോലി ചെയ്തതാ. ഭയങ്കര ഇബാദത്താ. എപ്പോഴും അയാൾ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്നതാണ്. 3 കൊല്ലട്ടാ ദർസോദിയത്. 3 കൊല്ലാണ് അയാൾ ദർസോദിയത്. അയാൾക്ക് ഖുർആൻ മുഴുവനും മനഃപ്പാഠമാണ്. എങ്ങനെയെന്നറിയോ? ഹിഫ്ള് കോളേജിൽ പോയി പഠിച്ചതല്ല, ഓതി കാണാതെ പഠിച്ചതാണ്. ഓതി കാണാതെ പഠിച്ചതാണ്. ഇങ്ങനെ ഓതും ആ മനുഷ്യൻ ഉറക്കം വന്നാൽ അങ്ങനെ, എന്നിട്ട് പിന്നെ വല്ലാതെ ഉറക്കം വരുമ്പോൾ അയാൾ പാണക്കാട്ടേക്ക് പോകും. ഞാൻ ചോദിക്കും, അമ്മട്ടിയിലാർ എന്തിനാ ഞങ്ങൾ പാണക്കാട്ട് പോണത്? ഇടക്കിടക്കൊരു പാണക്കാട്ട് പോകാൻ. എന്തിനാ ഉസ്താദേ പാണക്കാട് പോകുന്നത്? അഹമ്മദ് കുട്ടി മുസ്ലിയാർ പറയാറുള്ളത് എന്തെന്നറിയോ? ഉസ്താദെ ഇപ്പം ഇങ്ങനെ പാണക്കാട്ട് പോയി വന്ന ഒരു റാഹത്തുണ്ട്, എനിക്ക് പാണക്കാട്ട് പോകുന്നത് ഓതുമ്പം വല്ലാതെ ഉറക്കം തൂങ്ങാണ്, ആ ഉറക്കം ഇല്ലാതെയാവാനാണ്. ആലോചിച്ച് നോക്കിയാണ് മനുഷ്യന്മാരെ. മകളെ കെട്ടിക്കാനല്ല പോകുന്നത്, തടിക്ക് ആഫിയത്തുണ്ടാവാനല്ല, ബിസിനസ്സിൽ ബറക്കത്തുണ്ടാവാനല്ല പാണക്കാട്ടേക്ക് പോകുന്നത്. പാണക്കാട്ട് പോകുന്നത് ഓതുമ്പോ ഉറക്കം വരാതിരിക്കാൻ. മൻ വഖറൽ ഖുർആന ഫഖദ് വഖറഹുല്ലാഹ്. ബഹുമാനിക്കൂല പടച്ചോൻ. ആ മനുഷ്യനാണ് മരിക്കുന്നത്. വെള്ളിയാഴ്ച രാവിലും അയാൾ നബി തങ്ങളുടെ മേൽ സലാം പറയുന്ന രംഗണ്ട്. കൈ ഇങ്ങനെ വിറച്ചിട്ടാണ് അയാൾ സലാം പറയാ. ഞാൻ 10 കൊല്ലം അനുഭവിച്ചവനാണ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. അത് റമളാനിൽ പറയാറുള്ളത് 8:40 പഴയ പള്ളിയാണത്. സ്വലാത്ത് റമളാനിലും സ്വലാത്ത് ഉണ്ടാവും, പക്ഷേ റമളാൻ്റെ സ്വലാത്തും ഇശാഖ് ബാങ്ക് കൊടുത്തതിന് ശേഷമാണ്. അത് കഴിഞ്ഞിട്ടാണ് തറാവി ഉണ്ടാകുക. തറാവിയൊക്കെ കഴിയുമ്പോഴത്തേക്ക് 10 മണിയാകും. വയസ്സന്മാരെ ഉണ്ടാകുള്ളൂ. മനസ്സിലായിട്ടില്ലേ? അതിൽ 8:40 ഇയാൾ സലാം പറയാറുള്ളത്. എന്നാൽ ആ 8:40 പതിവ് പോലെ വ്യാഴാഴ്ചയുടെ സ്വലാത്ത് കഴിഞ്ഞ് അന്ന് സലാം പറഞ്ഞത് ഈ വിനീതനാണ്. അത് കഴിഞ്ഞ് ഇശാഖിന്റെ ജമാഅത്തിന് വേണ്ടി നിൽക്കുമ്പോഴാണ് ഒരു കുട്ടി വന്നിട്ട് പറയണത്, ഉസ്താദേ നിങ്ങളോട് ഇക്ര ഹോസ്പിറ്റലിലേക്ക് വരാൻ വേണ്ടി പറഞ്ഞ് എന്തേ അഹമ്മദ് കുട്ടി മൊല്ലാക്ക ലോകത്തോട് വിട പറഞ്ഞു പോയിട്ടുണ്ട്. ഷാ നിസ്കാരം കഴിഞ്ഞ് പാഞ്ഞ് പോയൊക്കെ ഞാൻ ചിരിച്ചങ്ങനെ കിടക്കുന്നുണ്ട്. ഞാൻ പോയി അഹമ്മദ് കുട്ടി മൊല്ലാക്കേന്ന് വിളിച്ചു പോയി. എൻ്റെ ഒരു പിതാവിനെ പോലെ എൻ്റെ കൂടെ നിന്ന മഹാനാണ്. എന്ത് വിഷമം വരുമ്പോഴും സാരല്ല ഉസ്താദേ എന്ന് പറഞ്ഞ മഹാനാണ്. ഞാൻ എൻ്റെ ഉപ്പച്ചിൻ്റെ സ്ഥാനത്ത് അയാളെ നിർത്തിയിരുന്നു. ചിരിച്ചങ്ങനെ കിടക്കുന്നുണ്ട്. അല്ലാഹുവേ അങ്ങനെയുള്ള മരണം ഞങ്ങൾക്കും നൽകണേ അല്ലാഹുവേ. അങ്ങനെയുള്ള മരണമാണ് നമുക്ക് വേണ്ടത്. മഹാന്മാരായ സയ്യിദന്മാരതാണ്, ഇവരെ ബഹുമാനിക്കണം. സ്നേഹിച്ചു വന്നാൽ നബിയെയും കുടുംബങ്ങളെ സൂക്ഷിക്കുമേഴു സ്ഥലങ്ങളിൽ ദുരിതങ്ങളെ. മൗത്തും ഖബർ നശ്റും കിതാബും പിന്നെ മീസാൻ മീസാൻ ഹിസാബ് സിറാത്തിതേഴും തന്നെ. മഹാന്മാരെ സ്നേഹിച്ചാലുള്ള ഫضലാണ്. അല്ലാഹുവേ അവരുടെ കുരുത്തവും പൊരുത്തവും ഞങ്ങൾക്ക് നൽകണേ അല്ലാഹുവേ. അവർ കാമ്യം പറഞ്ഞ പഠിച്ചോനെ നൽകണേ അല്ലാ. അപ്പോൾ ഒരു നല്ല മരണം നമുക്ക് വേണം.
എന്താണ് വഴി എന്നറിയോ? ഞാനൊരു വഴി പറഞ്ഞു തരാം. രണ്ട് വഴി ഞാൻ പറഞ്ഞു തരാം. അതിൽ 2 ദിക്റുകളാണ്. ഒരു ദിക്റ് ചെല്ലേണ്ടത് മഗ്രിബിന്റെ സമയത്തിലാണ്, നല്ല മരണം സംഭവിക്കാൻ. ഒരു ദിക്റ് ചെല്ലേണ്ടത് വിശുദ്ധമായ മഗ്രിബിന്റെ സമയത്തിലാണ്. മഗ്രിബ് ബാങ്ക് കൊടുക്കുന്ന സമയമുണ്ടല്ലോ, അതൊരു വല്ലാത്ത സമയമാണ്. പുണ്യനബി തങ്ങൾ പറയുകയാണ്, ആദം നബി അലൈഹിസ്സലാമിന്റെ പാപം പുറത്തു കൊടുത്ത വിശുദ്ധ സമയമാണ് മഗ്രിബിന്റെ സമയം. അസറിന്റെ നേരാണ് ആദം നബി അലൈഹിസ്സലാം പയം പറിച്ചത്. ആദം നബി അലൈഹിസ്സലാമിന്റെ ഭാര്യ നമ്മുടെ വല്യമ്മ ഹവ്വ റളിയല്ലാഹു അൻഹാ പയം പറച്ചത് അസറിന്റെ സമയത്തിലാണ്. ഇന്നത്തെ ഖുതുബന്റെ ആയത്തതല്ലേ, നബാത്തിയ ഖുതുബന്റെ ആയത്തും അത് തന്നെയാണ്. മനുഷ്യന്മാരെ, നിങ്ങളെ ഇബ്ലീസ് ഫിത്തനാക്കാതിരിക്കട്ടെ. നിങ്ങളുടെ വല്യപ്പയെയും വല്യമ്മയെയും അവൻ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയവനാണ്. ആ പയം പറച്ചതിൻ്റെ പേരിൽ അവരുടെ ഔറത്ത് വെളിവായി പോയി. ഔറത്ത് വെളിവായപ്പോഴാണ് സ്വർഗത്തിൽ വെച്ചുകൊണ്ട് ആദമും ഹവ്വാ റളിയല്ലാഹു അൻഹായും എല്ലാ മരത്തിൻ്റെ അരികിലൂടെയും നടന്നു പോയത്. എല്ലാ മരത്തിൻ്റെ അടുത്തും പോയി ചോദിച്ചു, നിങ്ങൾക്ക് കുറച്ച് ഇല തരുമോ, ഞങ്ങൾക്ക് കുറച്ച് ഇല തരുമോ, ഞങ്ങൾ ഈ ഔറത്തൊന്ന് മറക്കാനാണ്. ഒരൊറ്റ മരവും ഇല കൊടുത്തില്ല. ഒരൊറ്റ മരവും ആദമിനും ഹവ്വായിനും ഒരു ഔറത്ത് മറക്കാനുള്ള ഇല കൊടുത്തില്ല. കാരണം അല്ലാഹു പറഞ്ഞതാണ്, വലാ തഖറബ ഹാദിഹി ഷജറ, ആ മരത്തേക്ക് നിങ്ങൾ അടുക്കരുത്. അവർ പറിച്ചു കഴിച്ചില്ലേ, കൊടുത്തില്ല, ഒരൊറ്റ മരം കൊടുത്തില്ല, ഇല കൊടുത്തില്ല. അവസാനം ഈ രംഗം കണ്ടപ്പോ ഇല കൊടുത്തതാരെ, ഏത് മരമെന്നറിയോ? വത്തീനി വസ്സൈത്തൂൻ, അത്തിമരമുണ്ടല്ലോ, ആ അത്തിമരമാണ് ആദമിനും ഹവ്വായിനും ഔറത്ത് മറക്കാനുള്ള ഇല കൊടുത്തത്. എത്ര ഇല? കണ്ടമാനം ഇല കൊടുത്തില്ല, ആകെ 8 ഇല കൊടുക്കുകയാണ്. 8 ഇലയാണ് അവർക്ക് കൊടുത്തത്. ആ 8 ഇലയിൽ നിന്ന് ആദം നബി അലൈഹിസ്സലാം ഈ 8 ഇല ഇങ്ങനെ സ്വീകരിച്ച് അതിൽ നിന്ന് 5 ഇല ഹവ്വാ റളിയല്ലാഹു അൻഹാക്ക് കൊടുക്കുകയാണ്. 3 ഇല ആദമും എടുക്കുകയാണ്. അവരാണ് സ്വർഗത്തിൽ വെച്ചുകൊണ്ട് ഈ മൂന്ന് ഇലകൾ ആദമും 5 ഇലകൾ ഹവ്വാവും ധരിച്ചുകൊണ്ടാണ് സ്വർഗത്തിൽ നിന്ന് ഭൂമി ലോകത്തിലേക്ക് മനുഷ്യന്മാർ കടന്നു വന്നത്. അതേ രീതിയിലാണ് ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു പോകുമ്പോൾ ആളുകളെ നമ്മൾ ധരിപ്പിക്കുന്നതും. അല്ലേ നിങ്ങൾ പറഞ്ഞോളി ബാക്കി. ആ 3 ഇല ആണുങ്ങൾ ധരിക്കൽ എങ്ങനെയാണ്? 3 കഫംബുടയാണ്. ഹവ്വാ റളിയല്ലാഹു അൻഹാ 5 ഇല ധരിച്ചു. പെണ്ണുങ്ങളുടെ കഫംബുടകൾ 5 എണ്ണമാണ്. 1 ഇസാർ അരയുടുപ്പാണ്, 2 നീളക്കുപ്പായമാണ്, 3 മുഖമക്കനയാണ്, 4 5 ഒരു നീളത്തുണിയാണ്. മനസ്സിലായിട്ടില്ലേ? ആണുങ്ങൾക്കും അങ്ങനെ തന്നെയാണ്. 3 കഫംബുടയാണ്. വേണമെങ്കിൽ എന്ത് ചെയ്യാം, നീളക്കുപ്പായവും തലേക്കെട്ടും ധരിക്കുക. പക്ഷേ പുണ്യനബി തങ്ങളുടെ ജനാസ മറവ് ചെയ്യുമ്പോൾ നീളക്കുപ്പായത്തിൽ മറവ് ചെയ്തിട്ടില്ല. നബി തങ്ങളുടേത് 3 പരുക്കൻ തുണിയാണ്, 3 വെള്ള പരുക്കൻ തുണിയാണ്. ആ വെള്ള പരുക്കൻ തുണി ഉണ്ടല്ലോ, ഹബീബ നബി തങ്ങളുടെ അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, സ്വഹാബ, ഈ 3 വെള്ള പരുക്കൻ തുണി അത് മാത്രമേ അവസാനമുള്ളൂ. മഹാന്മാർ പറഞ്ഞല്ലോ, ആ കഫംമുട നിങ്ങൾ എന്താക്കണം, എപ്പോഴും ആലോചിച്ചാൽ മതി. വാങ്ങി വെക്കൊന്നും വേണ്ട. വാങ്ങി വെക്കൽ നല്ല കാര്യമല്ല. ഇനി വാങ്ങി വെച്ചു എന്ന് കരുതിയിട്ട് കുഴപ്പമുണ്ട് എന്നല്ല. ഖബറ കുഴിച്ചു വെക്കൽ നല്ല നന്മയാണ്. ഖബറ കുഴിച്ചു വെക്കാം, നന്മയാണ്. കഫംമുട ശേഖരിച്ചു വെക്കൽ നന്മയല്ല. ഇനി വാങ്ങി വെച്ചത് കൊണ്ട് കുഴപ്പമില്ല. തബറുക്കിൻ്റെതാണെങ്കിൽ തീരെ കുഴപ്പമില്ല, തബറുക്കിന് വേണ്ടി എടുത്തു വെക്കാം. മനസ്സിലായില്ല? കഫംമുടയുടെ ഉത്ഭവം ഇങ്ങനെയാണ്. ആദം നബി അലൈഹിസ്സലാം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ആദം നബി അലൈഹിസ്സലാം ഭൂമി ലോകത്തിൽ വെച്ചുകൊണ്ട് ഒരുപാട് വർഷങ്ങളോളം അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്. റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്. കണ്ണിൽ നിന്ന് കണ്ണുനീർ തുള്ളികൾ വന്ന് ആ കണ്ണിൽ നിന്നൊലിച്ച കണ്ണുനീർ തുള്ളികളിൽ നിന്നാണ് ഭൂമി ലോകത്തിൽ വെച്ചുകൊണ്ട് 3 വസ്തുക്കൾ അല്ലാഹു മുളപ്പിച്ചത്. ആ കണ്ണെന്നുള്ള കണ്ണീര് കൊണ്ടാണ്. ഏതൊക്കെയാണ്? 1 ഊദിനെ അല്ലാഹു മുളപ്പിച്ചത് ആദമിന്റെ കണ്ണിൽ നിന്നാണ്. 2 ഇഞ്ചി, അതിനെയും അല്ലാഹു മുളപ്പിച്ചത് ആദം നബി അലൈഹിസ്സലാമിന്റെ കണ്ണിൽ നിന്നാണ്, കണ്ണുനീർ തുള്ളിയിൽ നിന്നാണ്.
3 ചന്ദനം, അതും ആദം നബി അലൈഹിസ്സലാമിൻ്റെ കണ്ണുനീരിൽ നിന്നാണ്. ഇത് 3 ഏറ്റവും കൂടുതൽ ഉള്ളത് എവിടെയാണ്? ഇന്ത്യയിലാണ്. നമ്മൾ സൗദിയെ പോയിട്ടാ ഊത് വാങ്ങുക, സൗദിയേക്ക് ഊത് കൊണ്ടുപോകണം, ഇവിടുന്ന് അങ്ങോട്ട് കൊണ്ടുപോകാൻ. അതാരും മനസ്സിലാക്കണില്ല. ഇവിടുത്തെ ഊതാണ്, ഇന്ത്യയിൽ ഊതാണ് ഏറ്റവും പവർഫുള്ളായ ഊത്. മഹാനായ ആദം നബി അലൈഹിസ്സലാം ആദ്യകാലം താമസിച്ചത് മുഴുവനും ഇന്ത്യയിലാണ്. ഹവ്വാ റളിയല്ലാഹു അൻഹ ജിദ്ദയിലുമാണ്. വല്യമ്മ താമസിച്ച സ്ഥലം അവിടെയാണ്. വല്യാപ്പത് ഇന്ത്യ വല്യാപ്പ താമസിച്ച മണ്ണാണ് ആദം നബി അലൈഹിസ്സലാം. ഏതായിരുന്നാലും ആദം നബി അലൈഹിസ്സലാം അന്ന് മുതൽ അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നുണ്ട്. ആ ദുആ അല്ലാഹു സ്വീകരിക്കുന്നത് ഒരു ദിവസത്തെ സൂര്യൻ ഇങ്ങനെ അസ്തമിച്ച സൂര്യന്റെ അസ്തമാനം പൂർണ്ണമായപ്പോഴാണ് അല്ലാഹു ആദം നബിയുടെ തൗബ സ്വീകരിക്കുന്നത്. അതാണ് മഗ്രിബിന്റെ ബാങ്ക്. ഹയ്യ അലസ്സലാം. ആ സമയത്തിൽ പള്ളിയിലേക്ക് ഓടണം. ആ ബാങ്ക് കേൾക്കുമ്പോൾ മിണ്ടരുത്. ഒരൊറ്റ ബാങ്ക് കേൾക്കുമ്പോൾ മിണ്ടരുതിട്ട്. ഞാൻ ആ ബാങ്ക് എന്ന് പറയുമ്പോൾ എൻ്റെ വിഷയത്തിലേക്ക് ഉൾക്കൊള്ളിപ്പിക്കാൻ വേണ്ടിയാണ്. ബാങ്ക് കേൾക്കുമ്പോൾ സംസാരിക്കരുത്. ആരെങ്കിലും ബാങ്ക് കൊടുക്കുമ്പോൾ സംസാരിച്ചു കഴിഞ്ഞാൽ അവന് മരിക്കുമ്പോൾ ഈമാൻ ഉണ്ടാകുകയില്ല, കരിമ ചൊല്ലാൻ കഴിയുകയില്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ കഴിയൂല. ആര് പറഞ്ഞെന്നിട്ടും കാര്യമില്ല, കലിമ അവനെ കൊണ്ട് ചെല്ലാൻ സാധിക്കുകയില്ല. ബാങ്ക് വിളിക്കുമ്പോൾ ലാ ഇലാഹ സംസാരിച്ചു കഴിഞ്ഞാൽ, ഈ ബാങ്ക് വിളി എന്ന് പറഞ്ഞാൽ മൊല്ലാക്കൻ്റെ ഡ്യൂട്ടിയല്ല, മൊല്ലാക്കൻ്റെ പണിയല്ല. അത് അല്ലാഹുവിൻ്റെ സംസാരമാണ്. അള്ളാഹിൻ്റെ സംസാരം നമുക്ക് കേൾക്കാൻ കഴിയൂല. അതുകൊണ്ടാണ് മനുഷ്യന്മാരിലൂടെ കൊണ്ടുവരുന്നത്. അതാണ് മൊല്ലാക്കന്മാർക്ക് അല്ലാഹു ഇത്രയും സ്ഥാനം കൊടുത്തത്. ചില പണ്ഡിതന്മാരുടെ അഭിപ്രായ പ്രകാരം ഇമാമിനേക്കാൾ സ്ഥാനം മൊല്ലാക്കക്കാണ്. ആ മൊല്ലാക്ക ഇങ്ങനെ വിളിക്കുന്നത് അള്ളാഹിന്റെ വിളിയാണ്. അബ്ദുല്ലാഹ് ഇബ്നു സൈദിന് അറിയിച്ചു കൊടുത്ത വിളിയാണ്. ആ വിളി കേൾക്കുമ്പോൾ മിണ്ടാൻ പാടില്ല. പടച്ചോന്റെ വിളിയല്ലേ, മിണ്ടരുത്. മിണ്ടിയാൽ ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്നതാണ്. എന്നാലോ ആ ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവതി താമ്മ എന്നുള്ള പ്രാർത്ഥനയുണ്ടല്ലോ, അത് ബാങ്ക് കൊടുത്തവനും സുന്നത്താണ്, കേട്ടവർക്കും സുന്നത്താണ്. എന്നാൽ അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, സ്വഹാബ, നിങ്ങൾക്ക് സ്വർഗ്ഗലോകത്തിൽ നിന്നുള്ള ഒരു ബിതാഖത്ത് നിങ്ങളുടെ കയ്യിൽ വേണോ? സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനുള്ള പാസ് വേണോ? സ്വർഗത്തേക്ക് കടക്കാനുള്ള പാസ്. ബദറത് ലഹു ബിതാഖത്തുൻ. ഈ ദുആ എങ്ങാനും ആരെങ്കിലും ദുആ ചെയ്താൽ, ഏത് ദുആ കേട്ടോളൂ. മഹാനാകുന്ന ഇമാം ഖുർദി തങ്ങൾ രേഖപ്പെടുത്തുകയാണ് ഏത് ദുആ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹദഹു അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവതി താമ്മ ദുആറിനു ശേഷം അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു റളീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബിമുഹമ്മദിൻ റസൂലൻ വബിൽ ഖുർആനി ഇമാമൻ വബിൽ കഅബതി ഖിബ്ല. اللهم اكتب شهادتي هذه في عليين واشهد عليها ملائكتك المقربين وانبياءك المرسلين وعبادك الصالحين واختم عليها بآمين واجعل لي عهدا عندك توافينه يوم القيامة إنك لا تخلف الميعاد. മൗലിയാർ കാണാതെ ചൊല്ലിയത് എന്താണെന്നറിയോ? മൗലിയാർ ഇതൊരു 5 വർഷം മുമ്പ് കേട്ടതല്ല, ഒരൊറ്റ മാസമേ ആയിട്ടുള്ളൂ ഞാൻ ഈ ഹദീസ് കണ്ടിട്ട്. കണ്ടപാടൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരു 3 ദിവസം മെനക്കെട്ട് നോക്കി പഠിച്ചു. 3 ദിവസം ബാങ്ക് കൊടുക്കുമ്പോൾ നോക്കി ചൊല്ലി, 4ാമത്തെ ദിവസം നോക്കേണ്ടി വന്നില്ല. എല്ലാവർക്കും അങ്ങനെ തന്നെ അവസ്ഥ. ഒരു 3 ദിവസം ഇടങ്ങേറാവും. 3 ദിവസം തന്നെ നമ്മൾ 15 വട്ടം ചൊല്ലും, ഓരോ ബാങ്കിലും ചൊല്ലല്ലോ. ഇത് ചൊല്ലിക്കഴിഞ്ഞാലുള്ള പ്രത്യേകത എന്തെന്നറിയോ? ബദറത് ലഹു ബിതാഖത്തുൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല അർശിന്റെ തായ് ഭാഗത്തിൽ നിന്നൊരു ബിതാഖത്ത് ഇവന്റെ കയ്യിൽ കൊടുക്കുകയാണ്. ഇത് ചൊല്ലിക്കഴിഞ്ഞാൽ എന്താണെന്നറിയോ? ഒരു ബിതാഖത്താണ്, ഒരു കാർഡ് തരുന്നതാണ്. എന്താണ് ആ കാർഡിലുള്ളതെന്നറിയോ? ഇതാ ഹംസ ഹാജി നരകത്തിൽ നിന്ന് മോചിതനാണ്. നരകമില്ല, മോചിതനാണ്. കിഷേ കിട്ടൂ.
പിറ്റേത്തെ അസറിന്റെ സമയത്തിൽ എന്തുവായിരുന്നു? കാർഡ് പിന്നെയും കീശേക്കിട്ടു, പിന്നെയും കീശേക്കിട്ടു, പിന്നെയും കീശേക്കിട്ടു. ഇതെല്ലാം കഴിഞ്ഞുകൊണ്ട് അവസാനം നാളെ റബ്ബിന്റെ കോടതിയിലോട്ട് ചെല്ലുമ്പോ മാലാക്കന്മാർ ഈ കാർഡുകളെല്ലാം എടുത്ത് അല്ലാഹുവിനോട് പറയാൻ, പടച്ചോനെ, ഇയാൾ നരകത്തിൽ നിന്ന് മോചിതനാണല്ലോ, ഇയാളുടെ കയ്യിൽ ബിതാഖത്തുണ്ടല്ലോ, ആ മനുഷ്യനെ അല്ലാഹു സ്വർഗലോകത്തിലോട്ട് കടത്തിക്കൊണ്ടുപോകുമെന്ന് പുണ്യനബി മുഹമ്മദ് മുസ്തഫ